ഹായ്, പഠിച്ച പാഠം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം ഇന്ത്യൻ ഐഡൽ സീസൺ 15 ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റൻറ്റിനെ പറ്റിയാണ്. സ്നേഹ ശങ്കർ. ഇപ്പം എൻ്റെ പേഴ്സണൽ ഒരു താല്പര്യം ഞാൻ നേരത്തെ മുമ്പുള്ളൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ശുഭജിത്ത് ചക്രവർത്തി. പക്ഷേ അവൻ അസാധ്യ പാട്ടുകാരനാണ്. അതുപോലെ തന്നെ അസാധ്യമായിട്ടുള്ള ഒരു പാട്ടുകാരിയാണ് സ്നേഹ ശങ്കർ. അവർ രാം ശങ്കർ എന്ന് പറയുന്ന പഴയ ഒരു പണ്ടത്തെ ഹിന്ദി സിനിമയിലൊക്കെ പാടിയിട്ടുള്ള രാം ശങ്കർ എന്ന് പറയുന്ന ഗായകൻ്റെ മകളാണ്. അപ്പം ഈ സ്നേഹ ശങ്കറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ക്ലാസിക്കൽ ഹിന്ദുസ്ഥാനി ടച്ചോടുകൂടി പാട്ടുകൾ അസാധ്യമായിട്ട് പാടുന്ന ഒരു കഴിവാണ്. അപ്പം ഒരുപാട് വിസ്മയിപ്പിക്കുന്ന പാട്ടുകളൊക്കെ അവർ പാടി ശ്രേയ ഘോഷലിനെ ഒരുപാട് തവണ കരയിച്ചു. അങ്ങനെ ഉള്ളൊരു പാട്ടുകാരി. അപ്പം എനിക്ക് മനസ്സിലാകാത്തത് എങ്ങനെയാണ് മാൻസി ഘോഷ് എന്ന് പറയുന്ന ഒരു പാട്ടുകാരി, അവരും നല്ല പാട്ടുകാരിയാണ്. പക്ഷേ എൻ്റെ ഒരു ഇതിൽ ഒന്നുകിൽ ശുഭജിത്ത് വിന്നറായിരിക്കണമായിരുന്നു, അല്ലെങ്കിൽ സ്നേഹ ശങ്കർ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് സ്നേഹ ശങ്കർ രണ്ടാമതെങ്കിലും വരണമായിരുന്നു. എങ്ങനെ മാൻസി ഘോഷ് ടോപ്പായി എന്നുള്ളത് എനിക്കിപ്പോഴും സംശയമാണ്. എങ്ങനെ അവർ പാട്ടുകാരിയൊക്കെ തന്നെയാണ്. പക്ഷേ സ്നേഹ ശങ്കറിൻ്റെ ചില അസാധ്യ റെൻഡീഷൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പം ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ അങ്ങനെയുള്ള കുറച്ച് അത്ഭുതകരമായിട്ടുള്ള പ്രോഗ്രാംസ്, പെർഫോമൻസസ് ഞാൻ ലിങ്കിടാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിഷയം. നിങ്ങളെല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം വീണ്ടും അടുത്ത വേറൊരു വിഷയമായിട്ട് വരാം. അതുവരെ ഗുഡ് ബൈ. താങ്ക് യു.